Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ക്ലാസ് തുടങ്ങാല്ലേ എല്ലാവരും ജോയിൻ ചെയ്യുന്നുള്ളൂ. നമുക്ക് 10:30-ക്കല്ലേ ക്ലാസ് തുടങ്ങുന്നത്. ഓക്കെ, എനിക്ക് 600 റെക്കോർഡിംഗ് ക്ലാസ് ഒക്കെ കേൾക്കട്ടെ അല്ലെ, ആദ്യത്തെ ഭാഗം. നമുക്ക് കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് പ്രോസസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുപറ്റി? ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടോ? Yes, ma'am. Come. നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ ഷിബിത. അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തില്ലേ. എന്താണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല്? ഒരാൾ പറഞ്ഞേ. നൈന ടെൻസൺ പറഞ്ഞേ, എന്താണ്? നയന ഇല്ല, നയന ഇല്ല ജോയിൻ ചെയ്തിട്ട്. Yes, ma'am. Yes. പറഞ്ഞു. ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. പറയാൻ പറ്റുമോ? നൈന, ഷഹന പറഞ്ഞൊന്ന്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഹന ഇതാണ് ആരൊന്നും പറയാത്തത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ആർക്കും പറയാൻ പറ്റുമോ? ഞാൻ പറയാം മിസ്സേ. ഒരു രോഗിയുടെ ട്രീറ്റ്മെന്റിന് ശേഷം ആ രോഗിയെ ഔദ്യോഗികമായി വിട്ടയക്കുന്നതിന് പറയുന്നതാണ് ഡിസ്ചാർജ്. എന്താണ് ഇത്? കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ, ആർക്കും മനസ്സിലായില്ലേ ഇത്? ഓക്കെ,
ഫസ്റ്റ് ഡിസ്ചാർജ് പ്രോസസ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡക്ഷൻ ആണ്. എ ഡിസ്ചാർജ് ഫ്രം ഹോസ്പിറ്റൽ ഈസ് ദ ഫോർമൽ റിലീസ് ഓഫ് പേഷ്യന്റ് A discharge from hospital is the formal release of patients from a hospital after a procedure of a course of treatment. എന്നാണ് ആ രോഗിയുടെ, അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന രോഗിയുടെ, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് എത്ര, ആൾക്ക് ആന്റിബയോട്ടിക് അതല്ലെങ്കിൽ ആൾക്ക് എടുത്ത ട്രീറ്റ്മെന്റ് കോഴ്സ് തീരുമ്പോ അയാളെ ഔദ്യോഗികമായിട്ട് അവിടെ നിന്ന് റിലീസ് ചെയ്യുക, വിട്ടയക്കുന്നതിന് പറയുന്നതാണ് ഡിസ്ചാർജ്. A discharge happens whenever a patient leaves hospital on the completion of treatment, signing out against medical advice, transferring to another healthcare institution or on death. എന്താണ്, എപ്പോഴൊക്കെയാണ് ഡിസ്ചാർജ് സംഭവിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ആ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കഴിയുക, ആ കോഴ്സിന്റെ ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് തീരുക, അതല്ലെങ്കിൽ എന്താണ് ഡിസ്ചാർജ് ആ പേഷ്യന്റിന്റെ നിർബന്ധ പ്രകാരം ആ പേഷ്യന്റ് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുക, അവര് കൺസൾട്ട് ചെയ്തേക്കുന്ന മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് അവർ കമ്പൽസറി ആയിട്ട് നിർബന്ധപൂർവം അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുക. മൂന്നാമത്തേത് എന്താണ്, ഈ പേഷ്യൻസിനെ കൂടുതലായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് അവർക്ക് എന്താണ് പോരാ, അവരതിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവരെന്താണ് ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലില് പോകുക. അങ്ങനെയാണ്, അതാണ് ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അവര് ഡിസ്ചാർജ് വാങ്ങി പോവുക. ഓർ ഓൺ ഡെത്ത്, എന്താണ് അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യന്റ് മരിച്ചു പോവുക, അവർക്ക് ഡെത്ത് സംഭവിക്കുമ്പോഴാണ് അവരെ ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ 4 രീതിയിലാണ് ഡിസ്ചാർജ് സംഭവിക്കുന്നത്. അവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് തീരുക, അവർക്ക് തുടങ്ങിയിരിക്കുന്ന ട്രീറ്റ്മെന്റ് അവസാനിക്കുക. രണ്ടാമത് അവിടുത്തെ മെഡിക്കൽ അഡ്വൈസറിന്റെ, അവരെ നോക്കിയിരിക്കുന്ന ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് ഈ പേഷ്യന്റോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി പോകുക. മൂന്നാമത്തേത് അവരെന്താണ് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് പോരാ എന്ന് തോന്നിയിട്ട് ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടോ എന്താണ് ഡിസ്ചാർജ് വാങ്ങി പോവുക. നാലാമത്തേത് പേഷ്യന്റിന് മരണം സംഭവിക്കുമ്പോൾ എന്താണ് ഡിസ്ചാർജ് വാങ്ങുന്നതിന് 4 രീതിയിലാണ് ഡിസ്ചാർജ് സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ പറയാം എല്ലാവരും ക്ലിയർ ആയി. ഓരോരുത്തരെ വിളിച്ച് ഞാൻ ചോദ്യം ചോദിക്കുമ്പോ ആർക്കും മറുപടി ഇല്ല അല്ലെ? നിങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചോ, പറഞ്ഞുതരാം, മെസ്സേജ് ചെയ്യാലോ, അതിൽ ലാസ്റ്റ് ടൈം തരുന്നുണ്ട്. അപ്പൊ ക്ലിയർ ആയില്ലെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചു. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയർ. എന്തൊക്കെ ഡിസ്ചാർജ് പ്രൊസീജിയർ ആണ് ഹോസ്പിറ്റലിന്? എന്താണ്? ഫസ്റ്റ് റുട്ടീൻ ഡിസ്ചാർജ്, റുട്ടീൻ ആയിട്ടുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവരെ ഡിസ്ചാർജ് ചെയ്യുക. AMA ഡിസ്ചാർജ് എന്താണ്? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ, എന്താണ് അവരെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരമില്ലാണ്ട് ഡിസ്ചാർജ് വാങ്ങി പോകുക. അപ്പൊ നമ്മ പറഞ്ഞു തന്നെ. ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, എന്താണ് വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കോ അവരെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഡിസ്ചാർജ് ടു ഹോസ്പൈസ് പാലിയേറ്റീവ് കെയർ, എന്താണ് ഇങ്ങനെ ഇവിടെയുള്ള പേഷ്യൻസിന് അവർക്ക് എന്താണ് ലൈഫ് ടൈം അവരുടെ ജീവിതാവസാനം വരെ അവർക്ക് എന്താണ് കെയർ, മെഡിക്കൽ കെയേഴ്സ് കിട്ടണം. അങ്ങനെയുള്ള പേഷ്യൻസിനെ വല്ല പാലിയേറ്റീവ് കെയേഴ്സിലേക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും അഭയ കേന്ദ്രത്തിലേക്കൊക്കെ മാറ്റുക. ക്ലിയർ ആയോ? അത് ഓരോന്ന് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് അടുത്തതിലേക്കോ. ക്ലിയർ ആയോ? AMA എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് വാങ്ങി പോകാൻ. നമ്മ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചില്ലേ? DAMA അവരുടെ റെക്കോർഡ്സുകൾ സൂക്ഷിക്കും, കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? അതെന്തായിരുന്നു? ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇതില് ആ AMA ഉള്ളു, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ,
ഫസ്റ്റ് routine discharge. Routine discharge. A planned discharge on the advice doctors. എന്താണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് ഡിസ്ചാർജ് വാങ്ങി പോയിക്കോ ഇവര്. അപ്പൊ അവരുടെ എന്താണ് കണ്ടീഷൻ ഓക്കെ ആയി, നോർമലായി, നിങ്ങൾക്ക് ഇനി ഡിസ്ചാർജ് വാങ്ങി പോവുക, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി. അങ്ങനെയുള്ള routine discharge. Routine discharge is referred to as the process of patient being discharged from a hospital or healthcare facility after getting medical treatment or care. എന്താണ് ഡിസ്ചാർജ്? റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത് പേഷ്യന്റിന് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം അവരെ അവിടെ പറഞ്ഞയക്കുന്നതിനാണ് routine discharge എന്ന് പറയുന്നത്. The health care team will then provide the patient with information about their condition, medication, follow-up care and any lifestyle changes necessary for them. എന്താണ് അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്, അവരെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിനെ അവരെന്താണ് അവർക്ക് അവരെ അസുഖത്തിന്റെ അവരെ കണ്ടീഷൻ, ഹെൽത്തിന്റെ കണ്ടീഷനെ കുറിച്ച് എന്താണ്, പിന്നെ എന്തൊക്കെ മെഡിക്കേഷൻസ് ആണ്, എന്തൊക്കെ മരുന്നുകളാണ് അവരിനി കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഫോളോ അപ്പ് കെയേഴ്സ്, ഇനി എന്തെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ടോ ഡോക്ടർ കൺസൾട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഫോളോ അപ്പ് കെയേഴ്സ്. പിന്നെ എനി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എന്താണ് അവരുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. ഇപ്പൊ എന്താണ് ചില ഭക്ഷണങ്ങളെ അവോയ്ഡ് ചെയ്യേണ്ടി വരും അല്ലെ. ഇപ്പൊ ഷുഗർ പേഷ്യൻസ്, ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അവർക്ക് മധുരമുള്ള ആഹാരങ്ങളൊക്കെ എന്താണ് അവരുടെ ഭക്ഷണത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കേണ്ടി വരും. അതല്ല എന്തെങ്കിലും കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് എന്താണ് അവരുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് നിറഞ്ഞ ആഹാരങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസുകളോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ആ പേഷ്യന്റിന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരെ ട്രീറ്റ്മെന്റ് ചെയ്ത കൺസൾട്ടന്റ് എന്താണ് അവർക്ക് അതിനുള്ള അഡ്വൈസ് കൊടുക്കും. ക്ലിയർ ആയോ? Routine discharge is referred to as the process of patient being discharged from a hospital or healthcare facilities after getting medical treatment or care. എന്താണ് ഒരു പേഷ്യന്റിന് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന മെഡിക്കൽ കെയർസ് അതല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നതിനാണ് റുട്ടീനായിട്ട് മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ വീട്ടിലേക്ക് വിടുന്നതിനാണ് routine discharge എന്ന് പറയുന്നത്. ഈ ഡിസ്ചാർജിന്റെ സമയത്ത് അവരെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ്, ഫിസിഷ്യൻസ് ആരായിക്കോട്ടെ, മെഡിക്കൽ അഡ്വൈസർ എന്താണ് അവർക്ക് അവരെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച്, പിന്നെ എന്താണ് അവർ കഴിക്കേണ്ട മരുന്നുകളെ കുറിച്ച്, പിന്നെ എന്താണ് അവര് എന്താണ് ഫോളോ അപ്പ് കെയേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച്, അതല്ല അവരെ ലൈഫ് സ്റ്റൈലില് ജീവിതശൈലിയില് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിനെ കുറിച്ചൊക്കെ എന്താണ് അവർക്കൊരു അഡ്വൈസ് കൊടുക്കും. ക്ലിയർ ആയോ? റൂട്ടീൻ ഡിസ്ചാർജ് ക്ലിയർ ആയോ? നെക്സ്റ്റ് AMA. AMA എന്ന് പറഞ്ഞാല് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. AMA ഡിസ്ചാർജ് ഇൻഡിക്കേറ്റ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസിന് മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് വാങ്ങുക. AMA discharge indicates against medical advice discharge which occurs when a patient take a decision to leave a hospital or health care facility before their treatment is complete against the advice of their health care provider. എന്താണ് അവർക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുടെ, അതായത് ഡോക്ടേഴ്സിന്റെ അതല്ലെങ്കിൽ കൺസൾട്ടന്റ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന്റെ ഒക്കെ അഡ്വൈസിന് അവരുടെ ഉപദേശത്തിന് എതിരായിട്ട് എന്താണ് അവരുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് അവര് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്ത് പോകുക, ഡിസ്ചാർജ് വാങ്ങി പോകുന്നതിന് പറയുന്നതാണ് AMA ഡിസ്ചാർജ്. ക്ലിയർ ആയോ? എന്താണ് ഒരു രോഗിയെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ രോഗിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതിന് പറയുന്നതാണ് AMA ഡിസ്ചാർജ്. ക്ലിയർ ആയോ? AMA ഡിസ്ചാർജ് may occur for a variety of reasons. എന്താണ് പല കാരണങ്ങൾ കൊണ്ട് AMA ഡിസ്ചാർജ് വാങ്ങാം.
ഇൻക്ലൂഡിംഗ് എ ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി. എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ പോകാൻ. ഇപ്പൊ എന്താണ് ചില പേഷ്യൻസ് എന്താണ് ചില കുട്ടികളുള്ള പേഷ്യൻസ് അതല്ലെങ്കിൽ വീട്ടിലെ പാരന്റ്സ് പ്രായമായ മാതാപിതാക്കളുള്ളവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെന്താണ് അവർക്ക് 5 ദിവസം കിടക്കുന്ന പറഞ്ഞാൽ ചിലപ്പോ അവർക്ക് അത് ഫീലിംഗ് ആയിരിക്കില്ല അല്ലെ, അവർക്കത് പറ്റില്ല. അപ്പൊ അവരെന്താ 2 ദിവസമോ എങ്ങനെയെങ്കിലും 2-3 ദിവസം കഴിഞ്ഞിട്ട് അവരെന്തായാലും കമ്പലായിട്ട് ഡോക്ടറോട് പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് വാങ്ങിപ്പോകൂലേ. അങ്ങനെയുള്ള എന്താണ് അവിടെ നിന്ന് അധികം ദിവസം കിടക്കാതെ വേഗത്തിൽ ഡിസ്ചാർജ് വാങ്ങിപ്പോവുക. ഡിസ്അഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. എന്താണ് അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണ് അവർക്ക് ഡിസ്അഗ്രിമെന്റ്, അവർക്ക് തൃപ്തരല്ല, അവിടെ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റിൽ അവിടെ തൃപ്തരല്ലായിരിക്കുക. ഓർ ഡിഫക്ട് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന കെയർസിൽ എന്താണ് ക്വാളിറ്റി ഇല്ല, ഗുണനിലവാരമില്ല, അവർക്ക് നല്ല രീതിയിലുള്ള ഒരു കെയർ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ എന്താണ് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോകാം. എന്താണ് AMA ഡിസ്ചാർജ് പല രീതിയിൽ സംഭവിക്കാം. എന്താണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് നേരത്തെ പോവാൻ വേണ്ടിയിട്ട് എന്താണ് വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് കൊച്ചുങ്ങളുള്ളവരോ അല്ലെങ്കിൽ പാരന്റ്സ് ഉള്ള പേഷ്യൻസ് ഒക്കെ എന്താണ് നേരത്തെ ഡിസ്ചാർജ് വാങ്ങിപ്പോകൂലേ, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ എന്താണ് അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റിൽ ആരോഗ്യം എന്താണ് തൃപ്തരല്ല, എന്താണ് അവർക്ക് അത് ഒരു ഡിസഗ്രിമെന്റ്, നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ എന്താണ് ചിലര് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോകൂലേ. പിന്നെ ഓർ ഡിഫക്ട് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർസ്. എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് കെയർസിൽ അവർക്ക് ഒരു ക്വാളിറ്റി തോന്നുന്നു, ഗുണനിലവാരം തോന്നുന്നു, നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് ലഭിക്കുന്നില്ല. എന്താണ് ചില ഹോസ്പിറ്റലിലും അവിടെ 3-4 ദിവസം കിടത്തിയിട്ടും അവർക്ക് എന്താണ് അസുഖങ്ങളൊന്നും കുറയുന്നില്ല, അവര് അവരെ ഹെൽത്ത് ഓക്കെ ആവുന്നില്ലെങ്കിൽ എന്താണ് ചിലവർ നമ്മളായാലും ചെയ്യുന്ന അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോലെ. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് AMA ഡിസ്ചാർജ് സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? AMA ഫോം കണ്ടെയ്ൻസ് AMA ഫോം അങ്ങനെയുള്ള എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് നടത്തുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ഒരു ഫോം സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും, ഒപ്പിട്ട് എഴുതി സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിന്റെ ഫോർമാറ്റ് ആണ് തന്നിരിക്കുന്നത്. ഐ ആം ലീവിംഗ് ദ ഹോസ്പിറ്റൽ വാർഡ് എഗെയിൻസ്റ്റ് ദ മെഡിക്കൽ അഡ്വൈസ്. എന്നാണ് ഞാൻ ഈ വാർഡിൽ നിന്ന് മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് ക്വിറ്റ് ചെയ്ത് പോകുകയാണ്. ഡോക്ടർ എക്സ്പ്ലെയിൻഡ് ടു മീ അബൌട്ട് മൈ ഡിസീസ് കണ്ടീഷൻ ആൻഡ് ഇൽ ഇഫക്ട്സ് ഓഫ് ഡിസ്ചാർജ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ് ഡോക്ടർ എന്നോട് ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് പോയാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. Doctors, hospital and staff will not be responsible for any ill effects that may happen after my departure. എന്താണ് ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഡിപ്പാർച്ചർ ചെയ്ത് പോയതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ഈ ഹോസ്പിറ്റലോ ഇവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സോ നഴ്സുമാരോ ഉത്തരവാദികളല്ല. അങ്ങനെ പറഞ്ഞങ്ങാണ്ട് ഒരു AMA ഫോം എന്ത് ചെയ്യും അവര് എഴുതി സൈൻ ചെയ്ത് കൊടുക്കും. എന്താണ് AMA ഫോമിൽ എഴുതിയിരിക്കുന്നത്? ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ അഡ്വൈസറിന്റെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ലീവ് ചെയ്ത് ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോവുകയാണ്. എന്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചും ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോയാലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോയതിനു ശേഷം എനിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഹോസ്പിറ്റലിലോ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സോ നഴ്സുമാരോ ഉത്തരവാദികളല്ല. ക്ലിയർ ആയോ? നമ്മ കണ്ടിട്ടുണ്ടല്ലേ ചില കൺസേൺ ഫോമുകള്. ഇപ്പൊ ഓപ്പറേഷൻ സർജറീസ് നടത്തുമ്പോഴൊക്കെ നമ്മളെ കൊണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ ആര് സൈൻ ചെയ്ത് മേടിക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയച്ചു നോക്കിയിട്ടുണ്ടോ? അതേപോലെ AMA, അതായത് നമ്മ സ്വന്തം നമ്മുടെ റിസ്കിലാണ് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അവരെന്താണ് ഉത്തരവാദിയല്ല. അത് പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് മൂന്നാമത്തെ ഡിസ്ചാർജ്
ട്രാൻസ്ഫർ ടു another ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്നാണ്. വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റി, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ. either as referral or by the patient request to transfer to another healthcare facility, refer to the process of moving a patient from one hospital or healthcare facilities to other. എന്താണ്? ഒന്നില്ലെങ്കിൽ അവിടെയുള്ള ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ്, റെഫറൽ ആയിട്ടുള്ള ഡോക്ടറിനെ കാണാനോ, അതല്ലെങ്കിൽ ആ പേഷ്യന്റ് റിക്വസ്റ്റ് ചെയ്തതിന് അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് എന്താണ് വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക് ഈ പേഷ്യന്റിനെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്, മാറ്റുന്നത്. യൂഷ്വലി ഫോർ ദ പർപ്പസ് ഓഫ് ഗെറ്റിംഗ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ഓർ സർവീസസ് ദർ ആർ നോട്ട് അവൈലബിൾ അറ്റ് ദ പ്രസന്റ് ഫെസിലിറ്റീസ് എന്നാണ്. ആ ഹോസ്പിറ്റലിൽ ഇപ്പൊ അവരെ അഡ്മിറ്റ് ആക്കുന്ന ഹോസ്പിറ്റലിൽ ഉള്ള ഫെസിലിറ്റീസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഫെസിലിറ്റീസ്, ഇപ്പൊ എന്താണ് സ്പെഷ്യലൈസ്ഡ് ഇപ്പൊ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ എന്താണ് എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ അല്ല അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ, ക്യാൻസർ ട്രീറ്റ്മെന്റുകൾ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ വേണമെങ്കിൽ എന്താണ് അതുള്ള ഹോസ്പിറ്റലിലേക്ക് ഈ പേഷ്യന്റിനെ റെഫർ ചെയ്യൂലേ. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് വേറെ ഏതെങ്കിലും പുതുതായിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ കെയർസ് വേണമെങ്കിൽ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് മിക്കവാറും വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. The transfer may be arranged by the healthcare provider or health hospital where the patient is presently receiving care, or it may be requested by the patient or their family due to the valid reason. എന്താണ്? ഒന്നില്ലെങ്കിൽ ആ പേഷ്യന്റ് തന്നെ, അതല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് എന്തെങ്കിലും തക്കതായ കാരണങ്ങൾ പറഞ്ഞു കാണിട്ട് അവിടെയുള്ള ഫെസിലിറ്റീസ് അല്ലാതെ ഇവർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഫെസിലിറ്റീസ് വേണമെങ്കിൽ അവരെന്താണ് മാറ്റും. അങ്ങനെയാണ് ട്രാൻസ്ഫർ ടു അനദർ ഹോസ്പിറ്റലിലേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്യുന്നത്. എ ഫിസിഷ്യൻസ് referral form is used to refer patients to a specialist for medical treatment while transferring to another hospital. എന്താണ് ഇപ്പൊ വേറെ ഹോസ്പിറ്റലിലേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവരെ ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് ഏത് ഡോക്ടറുടെ ആണോ ട്രീറ്റ്മെന്റിലുള്ളത് അവരെന്ത് ചെയ്യും? ഒരു റെഫറൽ ഫോം അല്ലെ, ഒരു റെഫറൽ ഫോം അവർ എഴുതി കൊടുക്കും അല്ലെ. ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഡോക്ടർ ഞാൻ ഇന്ന മരുന്നുകളൊക്കെയാണ് ഈ പേഷ്യൻസിന് കൊടുത്തിരിക്കുന്നത്, ഈ പേഷ്യൻസിന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞങ്ങാട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ അടുത്ത് പോകുമ്പോ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും പുതുതായി വേറെ ഏത് ട്രീറ്റ്മെന്റ് ആണ് ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാനൊക്കെ ആയിട്ട് ഈ റെഫറൽ ചെയ്യുമ്പോ അത് അവർക്ക് അതെന്താണ് മനസ്സിലാകും. ട്രാൻസ്ഫർ ടു അനദർ ഫെസിലിറ്റി, ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റിൽ ഉള്ള ഹോസ്പിറ്റലിൽ കൂടുതൽ എന്തെങ്കിലും ഫെസിലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമാണെങ്കിൽ എന്താണ് നല്ല വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അവരെ ചികിത്സിക്കുന്ന മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരം അതല്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ നിർബന്ധപ്രകാരം ഇവർ എന്താണ് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഈ മൂന്നാമത്തെ ഡിസ്ചാർജ്. ക്ലിയർ ആയി? അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരെ കൺസൾട്ട് ഇപ്പൊ നോക്കുന്ന ഡോക്ടേഴ്സിന്റെ ഒരു റെഫറൽ ഫോമും കൂടി അവര് ആ രോഗിയെ കൊണ്ടുപോകുന്നതോടൊപ്പം കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. എന്താണ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ? മീൻസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് എ പേഷ്യന്റ് ഫ്രം എ ഹോസ്പിറ്റൽ or health care facility to a specialized program or facilities that provide end of life care for patients with a serious or terminal illness. എന്താണ് ഒരു രോഗിക്ക് ഒരു പേഷ്യന്റിന് അവരെ എൻഡ് ഓഫ് ലൈഫ് വരെ അവരെ ജീവിതാവസാനം വരെ അവർക്ക് വന്നിരിക്കുന്ന സീരിയസ് ഓർ ടെർമിനൽ ഇൽനെസ്, അതായത് അതിതീവ്രമായ അസുഖത്തിന് അതല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഏതെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയ അസുഖത്തിന് അവർക്ക് എന്താണ് അവരെ ജീവിതാവസാനം വരെ അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കിട്ടേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള രോഗികളെ ഏതെങ്കിലും ഹോസ്പൈസ് അഭയ കേന്ദ്രത്തിലേക്കോ അതല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിലേക്കോ ഈ ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റിൽ നിന്ന് മാറ്റുന്നതിന് പറയുന്നതാണ്
ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. എന്നാണ് ഒരു പേഷ്യന്റിന് ജീവിതാവസാനം വരെ അവർക്ക് വന്നിരിക്കുന്ന അസുഖത്തിന് ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമെങ്കിൽ അവരെ അഭയകേന്ദ്രത്തിലേക്കോ അതല്ലെങ്കിൽ പാലിയേറ്റീവ് കെയേഴ്സിലേക്കോ മാറ്റുന്നതാണ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയേഴ്സ്. ക്ലിയർ ആയോ ഈ 4 ഡിസ്ചാർജും? ഫസ്റ്റ് വൺ റൂട്ടീൻ ഡിസ്ചാർജ്. റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ ട്രീറ്റ്മെന്റ്, അവർക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് അവസാനിച്ചതിനു ശേഷം അതിന്റെ കോഴ്സ് അവസാനിക്കുമ്പോൾ എന്താണ് അവരെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയക്കുന്നതാണ് റൂട്ടീൻ ഡിസ്ചാർജ്. റൂട്ടീൻ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ രോഗിക്ക് പേഷ്യന്റിന് ഡോക്ടർ എന്താണ് അവരുടെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച്, അവർ കഴിക്കേണ്ട മരുന്നുകളെ കുറിച്ച്, അവർ എന്തെങ്കിലും ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതിനെ കുറിച്ച്, അതല്ലെങ്കിൽ ഫോളോ അപ്പ് കെയേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ എന്താണ് ആ ഡിസ്ചാർജിന്റെ സമയത്ത് ആ ഡോക്ടർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. AMA ഡിസ്ചാർജ് വന്നാല് അവരുടെ കൺസൾട്ട് ചെയ്യുന്ന, അവരെ നോക്കുന്ന, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ആ പേഷ്യന്റ് നിർബന്ധപൂർവ്വം ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്നതാണ് AMA ഡിസ്ചാർജ്. AMA ഡിസ്ചാർജിന് ഒരു ഫോം ഉണ്ട്, അതിന്റെ പറയണ്ടല്ലോ. പിന്നെ ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. അതെന്ന് വെച്ചാല് എന്താണ് ഒരു രോഗിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് പോരാ, അവർക്ക് വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമാണ് എങ്കിൽ എന്താണ് അവര് ആ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ഹോസ്പിറ്റലിലേക്ക് ഡിസ്ചാർജ് വാങ്ങി പോകും. അതിനാണ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഇങ്ങനെ പോകുന്ന സമയത്ത് അവര് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറുടെ ഒരു റെഫറൽ ഫോം കൂടി അവർക്ക് ഡോക്ടർ കൊടുത്തയക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ എന്ന് വെച്ചാല് ഒരു പേഷ്യന്റിന് അവർക്ക് വന്നിരിക്കുന്ന അസുഖത്തിന് ബേസ് ചെയ്ത് കണ്ട എന്താണ് അവർക്ക് ജീവിതാവസാനം വരെ, അവർക്ക് അവരുടെ ജീവിതത്തിൽ എൻഡ് വരെ അവർക്ക് ട്രീറ്റ്മെന്റ് കെയേഴ്സ് ആവശ്യമാണ്. അങ്ങനെയുണ്ടെങ്കിൽ അവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയിട്ട് അവരെ ഏതെങ്കിലും അഭയ കേന്ദ്രത്തിലേക്കോ അതല്ലെങ്കിൽ പാലിയേറ്റീവ് കെയേഴ്സിലേക്കൊക്കെ എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയേഴ്സ്. ക്ലിയർ ആയോ? 4 ടൈപ്പ് ഡിസ്ചാർജ് ക്ലിയർ ആയോ? ഓക്കെ, നാളെ ചെറിയ മിണ്ടാണ്ടിട്ടോ എല്ലാവരും. ഇപ്പൊ ഓക്കെ പറയും, തമ്പിടും എല്ലാവരും നല്ലത് പറയും. നാളെ ചോദിക്കുമ്പോ ആരും ഒന്നും മിണ്ടൂല. ഓക്കെ, 4 പറഞ്ഞാല് ഒരു രോഗിക്ക് അവരുടെ ജീവിതാവസാനം വരെ, എൻഡ് ഓഫ് ലൈഫ് വരെ അവർക്ക് എന്താണ് മെഡിക്കൽ ട്രീറ്റ്മെന്റും കെയേഴ്സ് ഒക്കെ ആവശ്യമാണ്. അപ്പൊ എന്താണ് ഒരു ഹോസ്പിറ്റലിൽ അത്രയും നാൾ അവരെ കിടത്തി ചികിത്സിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവര് എന്ത് ചെയ്യും? ഏതെങ്കിലും അഭയ കേന്ദ്രത്തിലേക്കോ പാലിയേറ്റീവ് കെയേഴ്സിലേക്കൊക്കെ എന്താണ് അവരെ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഡിസ്ചാർജ് ആണ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. ക്ലിയർ ആയത്? ആരാ ചോദിച്ചേ? ഓക്കെ. Next, things you can implement right away to remove the obstacles in your discharge process and improve revenues. Discharge process in the സമയത്ത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? and improve revenues. അവിടെ ഹോസ്പിറ്റലില് ഇൻകം ഫിനാൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? The administration must ensure, the administration എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം? എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം, നല്ല രീതിയിലുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റം. എന്താണ് ഈ രോഗി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് ഒരു അവരുടെ നോക്കിയിരിക്കുന്ന ഡോക്ടർ പറഞ്ഞ് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് അവരെ പറഞ്ഞ രീതിയിലുള്ള ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ബില്ലിംഗ് സിസ്റ്റം. ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്. എന്താണ് കാര്യങ്ങൾ എളുപ്പമാക്കാനായിട്ട് പെട്ടെന്ന് അവരെ മെഡിക്കൽ റെക്കോർഡ്സുകളും ചാർട്ടുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്. എന്താണ് അതല്ലാണ്ട് മെഡിക്കൽ റെക്കോർഡും ചാർട്ട്സ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഒരു സെക്ഷനിൽ നിന്ന് ഒരു സെക്ഷനിലേക്ക് ഒരാൾ കൊണ്ട് കൊടുത്ത് അതിനുള്ള വെയിറ്റ് ചെയ്യേണ്ട സമയവും അവര് പോകേണ്ട സമയം, അങ്ങനെ ഒരുപാട് സമയം ലാഗ് ചെയ്യൂലേ. ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ അല്ലെ ഇവിടെ ഇരുന്ന് നമ്മൾ അയക്കുമ്പോൾ തന്നെ അപ്പുറത്തുനിന്ന് അവർക്ക് കൂടെ ആക്സസ് ചെയ്യാൻ പറ്റും.
ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷൻ. എന്താണ്? ഒരു പേഷ്യന്റിന് അവരെ അഡ്മിറ്റ് ആക്കുമ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തേക്കുള്ള പ്ലാനിങ് എന്താണ്? എത്ര ദിവസം അവര് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ. എന്താണ്? രോഗിക്ക്, ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കും അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന കെയേഴ്സ് ഒക്കെ കൂടി എന്താണ്? കോർഡിനേറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുക. ബെറ്റർ ബെഡ് മാനേജ്മെന്റ്. നല്ല രീതിയിലുള്ള ബെഡ് മാനേജ്മെന്റ്. എൻഷുർ ഡിസ്ചാർജ് മെഡിക്കേഷൻ റീച്ചസ് ദ വാർഡ് ആസ് സൂൺ ആസ് പോസിബിൾ. എന്താണ്? അവരെ ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടർ പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഡോക്ടർ വേറെ മരുന്നുകളൊക്കെ ഒന്നില്ലെങ്കിൽ ചിലപ്പോ അവർ കഴിക്കുന്ന മരുന്നുകളൊക്കെ മാറ്റി കണ്ടിട്ട് പുതിയ മരുന്നുകളൊക്കെ അവർക്ക് എഴുതില് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്താണ്? അവർക്ക് ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന് അവർക്ക് ലഭ്യമാക്കത്തക്ക രൂപത്തിൽ വാർഡിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഡിസ്ചാർജ് മെഡിക്കേഷൻസ് എന്താണ്? അവർക്ക് കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം. നല്ല രീതിയിലുള്ള ബില്ലിംഗ് സിസ്റ്റം. പിന്നെന്താണ്? ഇലക്ട്രോണിക്സ് മെഡിക്കൽ ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്. എന്താണ്? ഇവരെ ഫയലുകൾ, ഈ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ ഫയൽസ്, മെഡിക്കൽ റെക്കോർഡ്സ്. പിന്നെന്താണ്? അവരെ അഡ്മിറ്റ് ആക്കുന്ന, ഈ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് ഓക്കെ ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന്, ആസ് സൂൺ ആസ് പോസിബിൾ. ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ. എന്താണ്? ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് തന്നെ അവർക്ക് എന്താണ്? ഡിസ്ചാർജിന്റെ സമയത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, എത്ര ദിവസം അവിടെ കിടക്കേണ്ടി വരും എന്നതിനെ കുറിച്ചൊക്കെ. ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ. എന്താണ്? ഇവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, കെയേഴ്സിന്റെ ഒക്കെ ഒരു കോർഡിനേഷൻ. ബെറ്റർ ബെഡ് മാനേജ്മെന്റ്. നല്ല രീതിയിലുള്ള ബെഡ് മാനേജ്മെന്റ്. പിന്നെന്താണ്? ഇവരെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന മെഡിക്കേഷൻസ് അവര് വാർഡിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് കിട്ടത്തക്ക രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പാക്കേജും പെടും. പിന്നെ ഒരു ഡോക്ടർ അഡ്മിറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ എഴുതുമ്പോ തന്നെ നമ്മ കൗണ്ടറിൽ ചെല്ലുമ്പോ, ബില്ലിംഗ് സെക്ഷനിൽ ചെല്ലുമ്പോ പറയില്ലേ, ഇത്ര ദിവസത്തേക്കാണ് ഇവിടെ അഡ്മിറ്റ് ആക്കിയേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ച്, പിന്നെ റൂമിന് എത്രയാവും, അങ്ങനെയൊക്കെ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ തരും അല്ലെ നമ്മുടെ അവിടെ അഡ്മിറ്റ് ആക്കുന്നതിനെ കുറിച്ച്. അതാണ് ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷൻ. അഡ്മിഷന്റെ സമയത്ത് തന്നെ ഡിസ്ചാർജിന്റെ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരിക നമുക്ക്. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ് എടുക്കാലോ. ASAP എന്ന് പറഞ്ഞാല് ആസ് സൂൺ ആസ് പോസിബിൾ. നമുക്ക് കഴിയുന്നത്ര വേഗത്തിൽ, ഇത്രയും പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന അത്രയും പെട്ടെന്ന് ലഭിക്കത്തക്ക രീതിയിൽ. നെക്സ്റ്റ് പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ്. ഡിസ്ചാർജ് സമയത്ത് ഉണ്ടാകുന്ന പോളിസി, നയങ്ങളും അതിനുള്ള പർപ്പസ് ഒക്കെ എന്തൊക്കെയാണ്? പർപ്പസ് ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻ ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യന്റ് ഫ്രം ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലിലെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു രോഗിയെ പറഞ്ഞു വിടുമ്പോൾ അവർക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ അല്ലെ, എന്തൊക്കെ ചെയ്യണം. എന്താണ് പറഞ്ഞില്ലേ നമ്മ ഫസ്റ്റ് പറഞ്ഞല്ലേ, റുട്ടീൻ ഡിസ്ചാർജ് പറഞ്ഞല്ലേ, അവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ആ മെഡിക്കൽ അഡ്വൈസർ കൊടുക്കുന്നത്. അവരെ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും അല്ലെ, മെഡിക്കേഷനെ കുറിച്ച്, ഏതൊക്കെ മരുന്നുകളാണ് കഴിക്കേണ്ടത്, മെഡിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെ ഫോളോ അപ്പ് കെയേഴ്സ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അങ്ങനെയുള്ള ഫുഡുകൾ, അതാണ് ലൈഫ് സ്റ്റൈലിൽ പെടുന്നതാണ് ഫുഡുകള്, എക്സസൈസുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഒരു രോഗിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് ഈ ഡിസ്ചാർജിന്റെ പർപ്പസ്. പോളിസി എന്തൊക്കെയാണ്? ഡിസ്ചാർജ് പ്രൊസീജിയർ ഷാൽ ബി ഫോളോഡ് ടു മേക്ക് ഷുവർ ദാറ്റ് പേഷ്യന്റ് ആർ ഡിസ്ചാർജ്ഡ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി അലോങ് ദ മോസ്റ്റ് ഫേവറബിൾ റിസോഴ്സ്. എന്താണ്? അവിടെ ലഭ്യമായിരിക്കുന്ന റിസോഴ്സസ്, സൗകര്യങ്ങളെ വെച്ച് കാണിട്ട് അവരെന്താണ്
നല്ല ഇഫക്റ്റീവായിട്ട് എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായും ഫലപ്രാപ്തിയിലായിട്ട് അവരെന്താണ് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുക, അവിടെ നിന്ന് പറഞ്ഞു വിടുക എന്ന് ഉറപ്പുവരുത്തുക. An authorized hospital discharge shall only be made by an order from the primary consultant. However, a patient may discharge himself or herself against medical advice. എന്താണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ലഭിക്കുന്നത് എങ്ങനെയാണ്? അവരെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന അല്ലെ പ്രൈമറി കൺസൾട്ടന്റ്, അവരെ ആരാണോ കൺസൾട്ട് ചെയ്ത് ഏത് ഡോക്ടറെയാണോ കണ്ടിരിക്കുന്നത് അവരെ നിർദ്ദേശപ്രകാരമാണ് അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത്. However, a patient may discharge himself. എന്താണ് ചില സമയത്ത് എന്താണ് ആ മെഡിക്കൽ അഡ്വൈസറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ആ പേഷ്യന്റിന്റെ ഹിംസെൽഫ് ഓർ ഹെയർസെൽഫ് അവരുടെ നിർദ്ദേശപ്രകാരം ഡിസ്ചാർജ് സംഭവിക്കാം. The consultant or his designee shall document discharge instruction in the patient medical record at the time of anticipated discharge. എന്താണ് കൺസൾട്ടന്റോ അതല്ലെങ്കിൽ അയാളെ നോക്കിയിരിക്കുന്ന ഡോക്ടറോ അതല്ലെങ്കിൽ ആ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന്റെ ഒക്കെ എന്താണ് അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ മെഡിക്കൽ റെക്കോർഡിൽ എന്താണ് ഡിസ്ചാർജിന്റെ നിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്തുക. എന്താണ് അവിടെ മെഡിക്കൽ റെക്കോർഡിൽ അവരെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടർ എന്താണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവരുടെ റെക്കോർഡില് നിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്തും. ഈ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ മെഡിക്കൽ റെക്കോർഡിൽ എന്താണ് ഇവർ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് എഴുതുന്ന നിർദ്ദേശങ്ങളൊക്കെ എഴുതും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്താണ് വീണ്ടും ഈ പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നെങ്കിലോ അതല്ലെങ്കിൽ ഇവര് കൺസൾട്ടൻസിന് വരണമെങ്കിൽ എന്താണ് ഇവര് മെഡിക്കൽ റെക്കോർഡിൽ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാല് ഈ ഡോക്ടർക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഇവർക്കുള്ള അസുഖത്തെ കുറിച്ചും ഇവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് ഇതിനെ കുറിച്ച് ഒരു ഏകദേശ ഐഡിയ ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ആ ഡോക്ടർ എന്താണ് അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിൽ റെക്കോർഡ് ചെയ്യും. Fourth one, a discharge summary shall be prepared and all the patients are provided with a discharge summary at the time of discharge. എന്താണ് ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിന് എന്താണ് ഒരു ഡിസ്ചാർജ് സമ്മറി ആ ഡോക്ടർ കൊടുക്കും. അവരെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടർ ആ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൊടുക്കും ഒരു ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറി കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലേ, ഡിസ്ചാർജ് സമ്മറി കണ്ടിട്ടുണ്ടായിരിക്കല്ലോ, കണ്ടിട്ടുണ്ടോ ഡിസ്ചാർജ് സമ്മറി? ഓക്കെ, ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെയാ എഴുതിയിട്ടുണ്ടാവും ഒന്ന് പറഞ്ഞേ, ജസ്റ്റ് ടൈപ്പ് ചെയ്തേ ഓരോരുത്തരായിട്ട് നോക്കട്ടെ. ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. മ്യൂട്ട് ചെയ്തേക്കണം. അസുഖം അല്ലെ, അവർക്ക് എന്ത് അസുഖമാണ് ഉള്ളത് എന്ന് എഴുതിയിട്ട്, മെഡിസിനിലെ എന്തൊക്കെ മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട്, ആ പേഷ്യൻസിന് എന്തൊക്കെ മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് അവരെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ഡേറ്റ്. പിന്നെ ഇത്രേ ഉള്ളൂ. മെഡിസിനും അസുഖവും പേഷ്യന്റിന്റെ റൂം റെന്റ് ഒന്നും ഉണ്ടാവില്ല. ട്രീറ്റ്മെന്റ് റിസീവ്ഡ്, പിന്നെ ഫോളോ അപ്പ് കെയേഴ്സ് അല്ലെ, ഫോളോ അപ്പ് കെയേഴ്സ്, പിന്നെ മെഡിസിന് അവരെ കണ്ടീഷൻ അല്ലെ, ഡോക്ടർ നെയിം, പിന്നെന്താ പിന്നെ ഒന്നുമില്ല. ഇവർക്ക് ഫർദർ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടല്ലേ, എന്തെങ്കിലും ടെസ്റ്റുകളോ സ്കാനിങ്ങുകളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ആ ലാബ് ടെസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ്, അപ്പൊ അതിന്റെ എന്താണ് റിസൾട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവര് കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, ഡിസ്ചാർജ് സമ്മറിയിൽ എന്താണ് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച്, അവർക്ക് എന്ത് അസുഖം കൊണ്ടാണ് അവരെ അഡ്മിറ്റ് ആക്കിയത്, അതിന് അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ ടെസ്റ്റുകള് വീണ്ടും വരുമ്പോ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണമെങ്കിലോ അവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് എന്തൊക്കെ ഡയഗ്നോസിസ് അസുഖങ്ങള് രോഗനിർണയം ചെയ്തിട്ടുണ്ട്, അതിനെ കുറിച്ചൊക്കെ എന്താണ്
അപ്പൊ ഇവര് ഈ ഡിസ്ചാർജ് സമ്മറിയും കൊണ്ട് പിന്നീട് വന്നാലോ അതല്ലെങ്കിൽ ഇവര് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണണമെങ്കിൽ എന്താണ് ആ ഡിസ്ചാർജ് സമ്മറി നോക്കിക്കഴിഞ്ഞാല് ആ ഡോക്ടർക്ക് പെട്ടെന്ന് തന്നെ ഈ രോഗിയെ കുറിച്ച് ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, കോണ്ടാക്ട് നമ്പർ ക്ലിയർ ആയോ? ഡിസ്ചാർജ് സമ്മറി എന്താണെന്ന് അടുത്തതുണ്ട്. ഡിസ്ചാർജ് സമ്മറി ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. The ward sister shall be responsible person to ensure compliance with the policy like billing, duration to finish a discharge process. എന്താണ് വാർഡിലെ നേഴ്സ് എന്താണ് ഉത്തരവാദിയാണ് എന്താണ് ഈ പേഷ്യന്റിന് അവരുടെ ബില്ലിംഗ് സിസ്റ്റത്തിനെ കുറിച്ചോ ബില്ലിംഗ് സിസ്റ്റത്തിന്റെ പോളിസിയെ കുറിച്ചോ അതല്ലെങ്കിൽ ആ ബില്ലിംഗ് ഒക്കെ എന്താണ് ഡിസ്ചാർജ് സമയത്ത് വരുന്ന ബില്ലിംഗ് ലാസ്റ്റ് ആ സെറ്റിൽമെന്റിനൊക്കെ എന്താണ് ഒരുപാട് സമയമൊക്കെ ചിലപ്പോ എന്താണ് നമ്മളത് ചില ഹോസ്പിറ്റലിൽ എന്താണ് നമ്മൾ രാവിലെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ബില്ലായി ബില്ലൊക്കെ അടച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും രാത്രിയാവും. അപ്പൊ എന്താണ് പേഷ്യന്റ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ? അങ്ങനെ ഡ്യൂറേഷൻ ടു ഫിനിഷ് ഡിസ്ചാർജ് പ്രോസസ് അങ്ങനെയുള്ള ഡിസ്ചാർജ് പ്രോസസ് ഫിനിഷ് ആവാനുള്ള സമയത്തെ കുറിച്ചോ അല്ലെങ്കിൽ ബില്ലിംഗ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചോ ഈ പേഷ്യന്റിന് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്താണ് ഈ വാർഡ് സിസ്റ്റർ അതിനുള്ള ഉത്തരം പറയാനായിട്ടുള്ള അതിന് മറുപടി പറയാനായിട്ട് ബില്ലിംഗ് ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം, ഉത്തരവാദിയാണ്. ക്ലിയർ ആയത്? The discharge summary shall contain all patient details. എന്താണ് ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ആ പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാകും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ്, അവരുടെ അസുഖത്തെ കുറിച്ച്, അവരെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച്, അവർക്ക് ചെയ്തിരിക്കുന്ന ടെസ്റ്റുകളെ കുറിച്ച്, അവർക്ക് അതിൽ നിന്ന് അവരെന്തൊക്കെ ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ എന്താണ് ആ ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടായിരിക്കും. In case of death, the discharge summary must include the cause of death. എന്താണ് ആ പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡിസ്ചാർജ് സമ്മറിയിൽ എന്താണ് അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. The nurse shall be responsible for completing the discharge checklist and explaining the discharge summary to the patient or family. Understanding shall be recorded in document on the discharge checklist by getting signed by the patient family. എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ നേഴ്സ് അതിലെ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റിനെ കുറിച്ച് എന്താണ് ഈ രോഗിയോടും അവരെ റിലേറ്റീവ്സിനോടൊക്കെ പറയുകയും വേണം. അതിലുള്ള ഡോക്യുമെന്റ്സ് എന്താണ് സൈൻ ചെയ്യിക്കുകയും കൂടി വേണം. എന്താണ് ഇവര് എല്ലാം കഴിഞ്ഞു ഓക്കെ ആയി, പേഷ്യന്റിന്റെ കണ്ടീഷൻ ഓക്കെ ആയതിനു ശേഷം ഇവര് ഡിസ്ചാർജ് ആയിട്ട് പറഞ്ഞയക്കുന്നതെന്നൊക്കെ പറഞ്ഞു കാണിട്ട് എന്താണ് ആ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റിൽ ഈ പേഷ്യന്റിന്റെ ഫാമിലിനെ കുറിച്ചുണ്ടോ അതല്ലെങ്കിൽ പേഷ്യന്റിനെ കൊണ്ട് എന്താണ് സൈൻ ചെയ്യിച്ച് മേടിക്കുകയും കൂടി വേണം. പേഷ്യന്റ് ഹു റിക്വസ്റ്റ് discharge against medical advice shall be explained the risk and informed consent policy. എന്താണ് ഡിസ്ചാർജ് പേഷ്യന്റ് അവിടെ നിന്ന് മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് വാങ്ങി പോവുകയാണെങ്കിൽ അവർക്ക് അതിനുണ്ടാകുന്ന റിസ്കുകളെ കുറിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അങ്ങനെ വാങ്ങിപ്പോയാൽ ഉണ്ടാവുന്നതിനെ കുറിച്ചും അങ്ങനെയുള്ള നയങ്ങളെ കുറിച്ചൊക്കെ എന്താണ് അവരോട് പോളിസിയെ കുറിച്ചൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ AMA ഫോം ഒക്കെ സൈൻ ചെയ്തൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞില്ലേ പേഷ്യന്റിനെ കൊണ്ട്. AMA ഫോം വെയിറ്റിംഗ് ആണിട്ട് അതിലെന്താണ് പേഷ്യന്റിനെ കൊണ്ട് സൈൻ ചെയ്യിച്ച് മേടിക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള AMA ഡിസ്ചാർജ് നടക്കുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള പോളിസികളെ കുറിച്ചൊക്കെ ഇവരെടുത്ത് പറഞ്ഞു കൊടുത്തു കാണിട്ട് അതൊക്കെ ചെയ്യിക്കണം. 10th, patient who leave hospital against medical advice are to be explained on the consequence of LAMA and signature to be obtained in a LAMA form in patient record. എന്താണ് LAMA എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ല, ലീവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് ലീവ് ചെയ്തു പോകുക. ലീവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്താണ്
പേഷ്യന്റ് മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കി പോകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും അത് അവര് എന്താണ് ഇൻപേഷ്യന്റ് റെക്കോർഡിലെ LAMA ലിവിങ് അഗേൻസ്റ്റ് മെഡിക്കൽ റെക്കോർഡിന്റെ ഫോം ഫിൽ ചെയ്ത് അതിൽ എന്താണ് സൈൻ ചെയ്ത് മേടിക്കുകയും കൂടി വേണം. 11. A patient who comes to casualty take treatment and leave hospital with CMO consent as OP consultation are given prescription based on patient condition. എന്താണ് ഒരു പേഷ്യൻസ് കാഷ്വാലിറ്റിയിൽ നേരിട്ട് വന്ന് ട്രീറ്റ്മെന്റ് നേടുകയാണെങ്കിൽ എന്താണ് അവര് അവിടെ നിന്ന് പറഞ്ഞേക്കുമ്പോ ചീഫ് മെഡിക്കൽ ഓഫീസർ എന്താണ് അവർക്ക് വേണ്ട പ്രിസ്ക്രിപ്ഷന് അവര് പേഷ്യന്റിന്റെ കണ്ടീഷനെ കുറിച്ചും അവർക്ക് വേണ്ട മരുന്നുകളെ കുറിച്ചൊക്കെ എന്താണ് ഈ CMO പറഞ്ഞു കൊടുക്കണം. CMO എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതാണ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ചീഫ് മെഡിക്കൽ ഓഫീസർ. ചീഫ് മെഡിക്കൽ ഓഫീസർ കാഷ്വാലിറ്റി ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താണ് CMO എന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. The hospital administration must make sure that every hospital has an organized discharge planning and that can increase patient satisfaction. എന്താണ് എല്ലാ ഹോസ്പിറ്റലിലും ഒരു ഓർഗനൈസ്ഡ് രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതെന്താണ് ഈ പേഷ്യൻസിനെ അവര് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പൂർണ്ണ തൃപ്തി എന്താണ് ഇപ്പൊ നമ്മ ആദ്യം പറഞ്ഞല്ലേ, പേഷ്യൻസ് ഒരുപാട് നേരം മരുന്ന് കിട്ടാനോ അതല്ലെങ്കിൽ ഡിസ്ചാർജിന്റെ ബില്ല് കിട്ടാനൊക്കെ ഒരുപാട് നേരം ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്നുമില്ലാതെ നല്ല ഓർഗനൈസ്ഡ് രീതിയിലുള്ള സംഘടിതമായ രീതിയിലുള്ള ഡിസ്ചാർജ് പോളിസി ഉണ്ടെങ്കിൽ എന്താണ് അത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ തൃപ്തി ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. ഫസ്റ്റ് എന്താണ് discharge process shall be followed to make sure that പേഷ്യന്റിനെ ഇഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് എന്താണ് അവിടെയുള്ള റിസോഴ്സസ് അവിടെ ലഭ്യമായിരിക്കുന്ന റിസോഴ്സസ് വെച്ച് ഞാനിട്ട് പേഷ്യന്റിനെ നല്ല രീതിയിൽ അവിടെ നിന്ന് ഡിസ്ചാർജ് കൊടുക്കുക. എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്നത് അവരെ കൺസൾട്ട് ചെയ്യുന്ന പ്രൈമറി കൺസൾട്ടന്റിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് കൊടുത്ത് പറഞ്ഞയക്കുന്നത്. അതല്ല AMA ഡിസ്ചാർജ് ആണെങ്കിൽ ആ പേഷ്യന്റിന്റെ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് അവരുടെ ഉത്തരവാദിത്വത്തിലായിരിക്കും. എന്താണ് ഒരു പേഷ്യന്റിനെ മൂന്നാമത്തതാണ് ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരെ മെഡിക്കൽ റെക്കോർഡിൽ അവരെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടർ എന്താണ് ഇൻസ്ട്രക്ഷൻ ഈ രോഗിയെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ്, അതായത് അവര് എന്തൊക്കെ മെഡിസിൻസ് ആണ് കൊടുത്തത്, അവർക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് എഴുതി റെക്കോർഡ് ചെയ്യുന്നു. എന്താണ് പിന്നെ കൂടാതെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യൻസിന് ഡിസ്ചാർജ് സമ്മറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിഫ്ത് വൺ അവര് ഈ പേഷ്യന്റിനെ ഏത് വാർഡിലാണോ കിടത്തിയിരിക്കുന്നത് അവിടുത്തെ വാർഡ് സിസ്റ്ററിൽ ഈ പേഷ്യൻസിന് ബില്ലിംഗ് സെക്ഷനുമായോ അതല്ലെങ്കിൽ അവര് ബില്ലിംഗ് പ്രൊസീജിയർ ഡിസ്ചാർജ് പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ ഇവരെന്താണ് റെസ്പോൺസിബിൾ ആണ്. ഈ ഡിസ്ചാർജ് സമ്മറിയില് സിക്സ്ത് വൺ ഡിസ്ചാർജ് സമ്മറിയില് ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ സെവൻത് എന്തെങ്കിലും ഈ പേഷ്യന്റിന് അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യന്റിന് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് സമ്മറിയിൽ എന്താണ് മരണത്തിന്റെ ഡീറ്റെയിൽസ്, കാരണം എന്തുകൊണ്ടാണ് അവർക്ക് മരണം സംഭവിച്ചതെന്നുള്ള കാരണം രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് എട്ടാമത്തത് നേഴ്സ് രോഗിയുടെ പേഷ്യൻസിനും രോഗിക്കും ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയും അതിൽ അവരെ കൊണ്ട് ഒപ്പിടിക്കുകയും വേണം. എന്താണ് ഒരു പേഷ്യൻസ് മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് വാങ്ങി പോകുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന റിസ്കുകളെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും പിന്നെ അതിന്റെ പോളിസികളെ കുറിച്ചൊക്കെ ഈ പേഷ്യന്റിന് ഈ നേഴ്സ് പറഞ്ഞു കൊടുക്കണം.
പിന്നെന്താണ് LAMA, ലീവിങ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസും അവിടുത്തെ ഇൻപേഷ്യന്റ് റെക്കോർഡില്ല LAMA ഫോം, ലീവിങ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിന്റെ ആ ഫോമും. അതെന്താണ് നമ്മ ഫസ്റ്റ് പറഞ്ഞില്ലേ കൺസേൺ ഫോം, അതിന്റെ ഫോം എന്താണ് ഇവരെ കൊണ്ട് സൈൻ ചെയ്യിച്ച് മേടിക്കണം. എന്താണ് ഒരു പേഷ്യന്റ് നേരിട്ട് കാഷ്വാലിറ്റിയിൽ വന്ന് അവിടുന്ന് ട്രീറ്റ്മെന്റ് വാങ്ങി പോകുകയാണെങ്കിൽ അവിടുത്തെ CMO ചീഫ് മെഡിക്കൽ ഓഫീസർ അവർക്കുള്ള മരുന്നുകളെ കുറിച്ചും ആ പേഷ്യൻസിന്റെ കണ്ടീഷനെ കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് ഹോസ്പിറ്റലില് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്രോസസ് പ്ലാനിങ് ആയിരിക്കണം. ഇതെന്താണ് രോഗികൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഡൗട്ട് വല്ലതുണ്ടോ എന്ന് വായിച്ചു നോക്കിയേ ഇന്നെടുത്ത ഭാഗങ്ങള് വായിച്ചു നോക്കിയേ. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഇങ്ങനെ ഇതിൽ ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓരോ പോയിന്റ് 2-3 തവണ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നായിട്ട് ഷോർട്ടാക്കി നല്ല രീതിയിൽ പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഇത് ടീച്ചർ പറഞ്ഞതുപോലെ ഫുള്ള് ചെറിയ രീതിയിൽ പഠിച്ചാൽ മതി. ആദ്യത്തെ എന്താണ് ഡിസ്ചാർജ് എന്താണെന്ന് അപ്പൊ നമുക്കറിയാം അല്ലെ. ഒരു ഫോർമൽ റിലീസ് ആണ് അല്ലെ. ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അവർ ഔദ്യോഗികമായിട്ട് അവിടെ നിന്ന് പറഞ്ഞേക്കുന്നതാണ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് 4 രീതിയിൽ സംഭവിക്കുക. എന്താണ് ഫസ്റ്റത്തെ അവരുടെ ട്രീറ്റ്മെന്റ് കഴിയുക. രണ്ടാമത്തെ എന്താണ് മെഡിക്കൽ അഡ്വൈസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആ പേഷ്യന്റ് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുക. പിന്നെ മൂന്നാമത്തെ ആ പേഷ്യൻസ് AMA എന്ന് പറഞ്ഞാല് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. പിന്നെ മൂന്നാമത്തേത് എന്ന് പറഞ്ഞാല് വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടുതൽ ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെന്റ് അവർക്ക് പോരാന്ന് തോന്നിയിട്ടൊക്കെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നാലാമത്തേത് മരണം സംഭവിക്കുക. അത് ക്ലിയർ ആയില്ലേ? പിന്നെ അടുത്തത് 4 ടൈപ്പ് ഡിസ്ചാർജ് ആണ് ഉള്ളത്. ഫസ്റ്റത്തെ റുട്ടീൻ ഡിസ്ചാർജ് എന്നാണ്. റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് ആ പേഷ്യന്റിന്റെ കോഴ്സ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം കാഷ്വാലിറ്റിയിലാണെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, അതല്ലെങ്കിൽ CMO ചീഫ് മെഡിക്കൽ ഓഫീസർ. ഇത് സെപ്പറേറ്റ് ഇത് പറഞ്ഞു മെൻഷൻ ചെയ്യും. കാഷ്വാലിറ്റി ബേസ് CMO എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, അതല്ലെങ്കിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ. റുട്ടീൻ ഡിസ്ചാർജ് പ്ലാനഡ്. എന്താണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ റുട്ടീൻ ആയിട്ട് അവിടെ നിന്ന് പറഞ്ഞേക്കുക. ആ സമയത്ത് എന്ത് ചെയ്യും? പേഷ്യന്റിന് അവരുടെ കണ്ടീഷനെ കുറിച്ച്, അവർക്ക് എന്തൊക്കെ മെഡിസിൻസ് ആണ് കഴിക്കേണ്ടതിനെ കുറിച്ച്, അവർക്കുള്ള ഫോളോ അപ്പ് കെയേഴ്സിനെ കുറിച്ച്, കൂടാതെ എന്താണ് അവരുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിനെ കുറിച്ചൊക്കെ അവരുടെ ഡോക്ടർ പറഞ്ഞു കൊടുക്കും. നാലാമത്തത് മെഡിക്കൽ അഡ്വൈസ് AMA ഡിസ്ചാർജ്. എന്താണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്? എന്താണ് അവർക്ക് ആ പേഷ്യന്റിനെ അവിടെ തുടരാൻ സാധിക്കില്ല എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് അവിടെ അങ്ങ് നേരത്തെ പോകണം. അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് നിർബന്ധപൂർവ്വം പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങിപ്പോകും. അതല്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് അവർക്ക് എന്താണ് പോരാ എന്ന് തോന്നുകയാണ്. എന്താണ് നല്ല ട്രീറ്റ്മെന്റ് അവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ എന്താണ് അവരപ്പോഴും കമ്പയർ ചെയ്ത് പറഞ്ഞിട്ട് അവരെന്ന് ഡിസ്ചാർജ് വാങ്ങും. പിന്നെ എന്താ ക്വാളിറ്റി ഇല്ല എന്ന് തോന്നുക. അങ്ങനെയൊക്കെ സമയത്ത് എന്താണ് അവർ ആ മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് ഡിസ്ചാർജ് വാങ്ങിപ്പോകുക. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും? ഒരു AMA ഫോം അവരെ കൊണ്ട് എഴുതി സൈൻ ചെയ്ത് വാങ്ങിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ആണത്. ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. എന്താണ് ഒന്നില്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ റിക്വസ്റ്റ് കൊണ്ടോ അതല്ലെങ്കിൽ ഡോക്ടർ തന്നെ അവർക്ക് എന്താണ് ഈ പേഷ്യൻസിന് വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്താണ് അവരെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ എന്താണ് ആ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റെഫറൽ ഫോം ഈ ഡോക്ടറുടെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടറുടെ ഒരു റെഫറൽ ഫോം മറ്റേ ഡോക്ടർ വേറെ ഏത് ഹോസ്പിറ്റലിലാണോ പോകുന്നത് ആ ഡോക്ടർക്ക് എന്താണ് ഒരു റെഫറൽ ഫോം ഈ ഡോക്ടർ തന്നുവിടും. നെക്സ്റ്റ് ഡിസ്ചാർജ് ടു ഹോസ്പിറ്റൽ ഫോർ പാലിയേറ്റീവ് കെയർ. എന്താണ് ഒരു പേഷ്യൻസിന് അവരെ എൻഡ് ഓഫ് ലൈഫ് വരെ ജീവിതാവസാനം വരെ അവർക്കുള്ള അസുഖത്തിന് ട്രീറ്റ്മെന്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ കെയേഴ്സ് ആവശ്യമാണ്.
ഇനി അവരുടെ ജീവിതാവസാനം വരെ അവർക്ക് മെഡിക്കൽ കെയർ വേണം. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലിൽ കിടത്തി അവർക്ക് അത്രയും നാള് ട്രീറ്റ്മെന്റ് കൊടുക്കുക സാധ്യമാണോ? അല്ലല്ലോ. അപ്പൊ എന്താണ്, അവരൊന്നിൽ അഭയ കേന്ദ്രത്തിലേക്കോ അതല്ലെങ്കിൽ പാലിയേറ്റീവ് കെയേഴ്സിലേക്ക് ഇവരെ മാറ്റുന്നത്. അതാണ് 4ാമത്തെ ഡിസ്ചാർജ്. ക്ലിയർ ആയോ? ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് ക്ലിയർ ആയോ? ഈ നാളെ ഞാൻ വരുമ്പോ ചോദിക്കുമ്പോ ആരും മിണ്ടാതിരിക്കട്ടാ. മിണ്ടാതിരിക്കോ? ഒന്ന് ഡിസ്ചാർജ് എന്താണെന്ന് ചോദിച്ചിട്ട് തന്നെ ആരും പറഞ്ഞില്ല. നെക്സ്റ്റ്, തിങ്സ് യു ക്യാൻ ഇംപ്ലിമെന്റ് റൈറ്റ് അവേ ടു റിമൂവ് ഒബ്സ്റ്റാക്കിൾസ്. എന്തൊക്കെയാണ്? ബില്ലിംഗ് സിസ്റ്റം, നല്ല രീതിയിലുള്ള ബില്ലിംഗ് സിസ്റ്റം. എന്താണ്, പെട്ടെന്ന് തന്നെ എടുക്കുന്നതിനായിട്ട് ഇലക്ട്രോണിക് ചാർട്ട്സും മെഡിക്കൽ റെക്കോർഡ്സും. പിന്നെ എന്താണ്, ഡിസ്ചാർജ് പ്ലാൻ. എന്താണ്, ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് തന്നെ ഡിസ്ചാർജിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇംപ്രൂവ്, എന്താണ്, അവർക്ക് ലഭ്യമാക്കുന്ന ട്രീറ്റ്മെന്റ് കെയേഴ്സിനൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഏകോപിപ്പിക്കുക. ബെറ്റർ ബെഡ് മാനേജ്മെന്റ്, നല്ല രീതിയിലുള്ള ബെഡ് മാനേജ്മെന്റ്. പിന്നെ എന്താണ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എഴുതി കൊടുക്കുന്ന മെഡിക്കേഷൻസ്, മരുന്നുകള് അവര് വാർഡിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് എന്താണ് ലഭ്യമാക്കുക. നെക്സ്റ്റ്, പർപ്പസ്. എന്താണ്, ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പോളിസി എന്തൊക്കെയാണ്? എന്താണ്, പേഷ്യൻസിന് അവിടെയുള്ള റിസോഴ്സസ്, ഹോസ്പിറ്റലിൽ ലഭ്യമായിരുന്ന റിസോഴ്സിൽ വെച്ച് as soon as possible അവിടെയുള്ള ലഭ്യമായ റിസോഴ്സുകൾ വെച്ചിങ്ങാണ്ട് എഫക്റ്റീവായി എഫിഷ്യന്റ് ആയിട്ട് ഡിസ്ചാർജ് നടത്തുക. എന്താണ്, അവർ കൺസൾട്ട് ചെയ്യുന്ന പ്രൈമറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു പേഷ്യന്റിന്റെ ഡിസ്ചാർജ് നടത്തുന്നത്. അതല്ല IMA ഡിസ്ചാർജ് ആണെങ്കിൽ ആ പേഷ്യന്റിന്റെ ഉത്തരവാദിത്തത്തിലായിരിക്കും. എന്താണ്, അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരെ ചെക്ക് ചെയ്യുന്ന ഡോക്ടർ, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർ അവരെ മെഡിക്കൽ റെക്കോർഡിൽ ആരോഗ്യത്തെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഓരോ പേഷ്യൻസിനും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിസ്ചാർജ് സമ്മറി കൊടുക്കും. പിന്നെ വാർഡിലെ സിസ്റ്റർ എന്താണ്, ഈ പേഷ്യൻസിന് അതല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് ഡിസ്ചാർജിന്റെ പോളിസികളുമായിട്ട് അതല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചോ അതല്ലെങ്കിൽ അവർ വെയിറ്റ് ചെയ്യേണ്ട ഡ്യൂറേഷനിൽ എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വാർഡ് സിസ്റ്റർ അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വില്ലിംഗ് ആയിരിക്കണം. എന്താണ്, ഡിസ്ചാർജ് സമ്മറി എല്ലാ പേഷ്യൻസിനും കൊടുക്കുന്നുണ്ട്. ഡിസ്ചാർജ് സമ്മറിയിൽ ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തുന്നു. മരണം സംഭവിക്കുകയാണെങ്കിൽ ഡിസ്ചാർജ് സമ്മറിയിൽ കാരണം, ആ മരണം സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് റെക്കോർഡ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ്, നഴ്സ് ചെക്ക് ലിസ്റ്റ്, ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റിനെ കുറിച്ച് ആ പേഷ്യന്റിനും അവരുടെ റിലേറ്റീവ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യിക്കുകയും വേണം. കൂടാതെ അവരെ കൊണ്ട് സൈൻ ചെയ്യിക്കുകയും കൂടി വേണം. എന്താണ്, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ AMA ഡിസ്ചാർജ് ആണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ പേഷ്യൻസിന് അതിന്റെ റിസ്കുകളെ കുറിച്ചും അതിന്റെ പോളിസികളെ കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ LAMA ഡിസ്ചാർജ് നടക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസ്, ബുദ്ധിമുട്ടുകളെ കുറിച്ചും കൂടാതെ അതിനുള്ള ഫോമില്, കൺസേൺ ഫോമിൽ അവരെ കൊണ്ട് സൈൻ ചെയ്യുകയും കൂടി വേണം. പിന്നെ കാഷ്വാലിറ്റിയിൽ നേരിട്ട് വന്നിരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്കുള്ള മരുന്നുകളെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും എന്താണ്, പേഷ്യൻസിന്റെ കണ്ടീഷൻ നോക്കുകയും വേണം. പിന്നെ എന്താണ്, എല്ലാ ഹോസ്പിറ്റലും നല്ല ഓർഗനൈസ്ഡ്, നല്ല രീതിയിലുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ്, അത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നതിനായിട്ട് സഹായിക്കും. എന്താണ്, ഒരുപാട് നേരം ആ പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യിക്കാതെ പെട്ടെന്ന് തന്നെ അവർക്ക് എന്താണ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് നടക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അല്ലേ? ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. വായിച്ചു നോക്കി ഒന്ന് ആദ്യം മുതല് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുക. വായിച്ചു നോക്കി എല്ലാവരും ഒന്ന്.
LAM എന്ന് പറഞ്ഞാല് ലീവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ASAP എന്ന് പറഞ്ഞാല് ASAP എന്ന് പറഞ്ഞാല് as soon as possible. ക്ലിയർ ആയോ എല്ലാം? മ്യൂട്ട് മാറ്റി മറുപടി അറിയാം. മാം ഡിസ്ചാർജ് ഒന്ന് പറഞ്ഞുതരുമോ? AMA ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് ആ രോഗി അവരെ കൺസൾട്ട് ചെയ്യുന്ന മെഡിക്കൽ അഡ്വൈസർ അല്ലെ, അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ പറയുന്നതാണ് മെഡിക്കൽ അഡ്വൈസർ. അയാളുടെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് നിർബന്ധപൂർവം ഡിസ്ചാർജ് വാങ്ങി പോകുക സ്വന്തം ഇഷ്ടത്തില്. ക്ലിയർ ആയോ? ഓക്കെ മാം, ക്ലിയർ ആയി. അത് പല കാരണം കൊണ്ട് സംഭവിക്കാം. എന്താണ് ആ പേഷ്യന്റിന് നേരത്തെ എന്താ വെച്ചാൽ ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ കുട്ടികളോ അതല്ലെങ്കിൽ വയസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ദിവസം അവർക്ക് അവിടെ കിടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് അവർക്ക് പോരാന്ന് തോന്നിയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? സ്വന്തം ഇഷ്ടത്തില് ഡിസ്ചാർജ് വാങ്ങി പോകും. ചിലപ്പോ എന്താണ് ആ ഹോസ്പിറ്റലിൽ കിട്ടുന്ന കെയേഴ്സിന്റെ ക്വാളിറ്റി ഗുണനിലവാരം അവർക്ക് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെന്താണ് സ്വന്തം റിസ്കില് ഡിസ്ചാർജ് വാങ്ങി പോകും. ക്ലിയർ ആയോ? സ്വന്തം ഇഷ്ടത്തില് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുക, അവരുടെ മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ സ്വന്തം ഇഷ്ടത്തിൽ ഡിസ്ചാർജ് വാങ്ങി പോവുക. LAM എന്ന് പറഞ്ഞാല് ലീവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ലീവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, അടുത്ത ചാപ്റ്റർ. Okay, thank you, ma'am. Thank you. Thank you, ma'am.